ഏറ്റവും അധികം സ്ത്രീപക്ഷ സ്വഭാവമുള്ളൊരു കഥാപാത്രമാണ് സരസു. സരസു എന്ന് പറയുന്ന കഥാപാത്രം തൻ്റെ പുരുഷൻ്റെ, പട്ടാളക്കാരനായിരിക്കുന്ന പുരുഷൻ്റെ ആബ്സെൻസിലോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊപ്പം വരാത്ത ഒരാളോ അല്ലെങ്കിൽ ഇവളുടെ ഭൗതികകരമായ ആവശ്യങ്ങൾ പോലും, അത് പഞ്ചസാരയും മണ്ണെണ്ണയും പോലും കൃത്യമായ ഇടങ്ങളിൽ അവിടെ നിറവേറ്റപ്പെടാത്ത ഒരാളോ എന്തൊക്കെയോ സരസുവിന് പുരുഷയിലൊരു കുറവ് കണ്ടപ്പോൾ ആ കുറവിനപ്പുറത്തേക്ക് ചിലപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഒരു 20% ആയിരിക്കാം. ഈ 20% കുറവ് നിവർത്തിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന നാട്ടിലെ ഏറ്റവും പ്രബലനായ പിള്ളേച്ചൻ വന്നപ്പോൾ ആ പിള്ളേച്ചൻ ചേർത്ത് പിടിച്ച പോലെ തന്നെ ചേർത്ത് പിടിച്ചൊരു സ്ത്രീ. എന്തുകൊണ്ട് പിള്ളേച്ചനെ പറയാത്തെ? പിള്ളേച്ചൻ ഇങ്ങനെ ഒരു എൻ്റെ അവിഹിതത്തിൻ്റെ പര്യായമല്ല മീശമാധവൻ അല്ലേ? അത് ആണുങ്ങൾ അങ്ങനെയാണ് എന്ന് പറയും. ആണുങ്ങൾ അങ്ങനെയാണെങ്കിൽ ആണുങ്ങളെ പോലെ തന്നെ ജൈവികമായ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ലിംഗമാണ് സ്ത്രീ.